ബംഗ്ലാദേശിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ്സ് തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിട്ടുള്ള ആൾക്കാരൊക്കെ ബംഗ്ലാദേശിൽ തന്നെയാണ് തുടരുന്നത്. അതായത് ഇന്ത്യൻ എൻവോയ്സ് എന്ന് പറയുന്ന ഡിപ്ലോമാറ്റ്സ്, അതേപോലെ അംബാസിഡേഴ്സ്, ഇവരെല്ലാം ബംഗ്ലാദേശിൽ തന്നെ തുടരുന്നത്. പക്ഷേ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള അവരുടെ എൻവോയ്സിനെ റീകോൾ ചെയ്തിരിക്കുകയാണ്. റീകോൾ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അംബാസിഡർ അതേപോലെ അവരുടെ ഹൈ കമ്മീഷണറെയൊക്കെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അവർ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു 3 രാജ്യങ്ങളിൽ നിന്ന് കൂടെ വിളിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഓസ്ട്രേലിയ, പിന്നെ ഒന്ന് പോർച്ചുഗൽ, ബെൽജിയം, ഇങ്ങനെ 3 രാജ്യങ്ങളിൽ നിന്ന് അവർ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ഹൈ കമ്മീഷണറെ മാത്രമല്ല തിരിച്ച് വിളിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ള 3 രാജ്യങ്ങളിൽ നിന്ന് റീകോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു റീഷഫിൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വേറെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ കാര്യം റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിള്ളലുകളുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ റീകോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുതിയൊരാൾ വന്ന് ഇൻചാർജ് ആയിട്ടാണ് മറ്റേ ആൾ പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർ എടുത്തതെന്നുള്ളത് നമുക്ക് അങ്ങനെ റോക്കറ്റ് സയൻസ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സൈഡ് ലൈനിൽ UN വെച്ചിട്ട് അവിടുത്തെ ബംഗ്ലാദേശ് അംബാസിഡറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ റിലേഷൻഷിപ്പ് വെക്കാനൊന്നുമില്ല. കാരണം അവിടെ ഇപ്പം തന്നെ ഒരു അൺസ്റ്റേബിൾ നിലയിലാണ് ഗവൺമെൻറ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ ഇന്ത്യ വിരുദ്ധരും കൂടെയാണ്. അവിടെ ഒരു ആൻറ്റി ഇന്ത്യൻ മൂവ്മെൻറ്റ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഇത് വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ എടുത്തത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഇവരിങ്ങനെ ഒരു നടപടി എടുത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള വിലയിരുത്തലായിട്ട് പറയപ്പെടുന്നത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫും ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ അഡ്വൈസർ, ബംഗ്ലാദേശിൻ്റെ അഡ്വൈസറും നിയുക്ത പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ, രണ്ടുപേരും കൂടെ UN ആഫ്റ്റർ UNGA മീറ്റിങ്ങിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. വളരെ ഊഷ്മളമായി തന്നെ അവരുടെ ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്ക് നീക്കം, അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷനാണ് അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിലിപ്പം ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വരുന്ന സാധനങ്ങളുടെ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ റെഡ് ലൈൻ ആയിരുന്നു. അപ്പോൾ റെഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഹൈ സെക്യൂരിറ്റി ആയിരുന്നു. നല്ല രീതിയിൽ പരിശോധനയൊക്കെ നടത്തിയിട്ട് മാത്രമേ അതിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നീക്കാൻ വേണ്ടിയിട്ടാണ് ഷഹബാസ് ഷെരീഫ് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്ത് അതിപ്പോൾ ഓൾറെഡി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. റെഡ് ലൈൻ കാറ്റഗറി എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അതിലുപരിയായിട്ട് ഇപ്പം കൂടുതൽ കസ്റ്റംസ് ചെക്കിങ്സ് വേണ്ട, ഫിസിക്കൽ ചെക്കിങ് 100% പൂർണ്ണമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ചരക്കിൽ വലിയ പരിശോധനകൾക്ക് ആവശ്യമില്ല എന്നുള്ളൊരു ഇളവ് വരുത്തിക്കൊണ്ടാണ് പുതിയ നിയമം അവർ പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ അവർ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവർ പൊതുവെ പറയുന്നത് ഇവരുടെ കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിൽ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ റാപ്പിഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും കസ്റ്റംസിലൊക്കെ സെക്യൂരിറ്റിയൊക്കെ റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഇന്ത്യ ഇതിനെ ഡൗട്ട്ഫുള്ളായിട്ട് കാണുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇൻ്റർഫെയർ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഈ പാകിസ്ഥാനുമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലൂടെ ആയുധക്കടത്തൽ നടക്കുമോ എന്നുള്ളതാണ് ഇന്ത്യ കൂടുതൽ അവിടെ കോൺഷ്യസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. പല അഡ്വൈസേഴ്സും എക്സ്പേർട്ടുകളും കൊടുക്കുന്ന ഒപ്പീനിയനും ഇത് തന്നെയാണ്. ഇവർ ആയുധങ്ങൾ കടത്തിയിട്ട് ഇനി വേറെ പരിപാടികൾക്ക് വല്ലതും തുടക്കം കുറിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഒരു ഡൗട്ടില്ലാഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഹൈ കമ്മീഷണർ മുസ്തഫിസുർ റഹ്മാൻ എന്നായിരുന്നു അയാളുടെ പേര്. പുള്ളിയാണ് അവിടെ തിരിച്ച് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇനി പുതുതായിട്ട് ഇന്ത്യ അങ്ങോട്ട് ബയലാറ്ററൽ ടോക്സ് ഒന്നും തുടങ്ങാതെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻസ് ഇനി നല്ല രീതിയിലാവാതെ അവർ എൻവോയ് തിരിച്ച് വിടുവോ അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യുമോ ഇതൊന്നും നമുക്കറിയത്തില്ല. ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ബംഗ്ലാദേശുമായിട്ട് ഈ താൽക്കാലിക ഗവൺമെൻറ്റുമായിട്ട് അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അത് ഓൾറെഡി തന്നെ നല്ല രീതിയിലുള്ള വിള്ളൽ വീണിട്ടുണ്ട്. ഇന്ത്യക്ക് ഉള്ളിൽ ഏതാണ്ട് 4000 കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അഗ്രസീവോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ലാൻഡ് എക്സ്പാൻഷൻ എന്നുള്ള ഒരു ചരിത്രം നമുക്കില്ല. അതില്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് ഏതുവരെ പോകും എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇത് ഒരുപാട് കടന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായി ഇന്ത്യക്ക് തലവേദനയായിട്ട് മാറാനുള്ള ഒരു രീതിയാണ് കാണുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇല്ലാന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് അവർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കോട്ടൺ, യാൻ, കെമിക്കൽസ്, വീറ്റ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, ലെതേഴ്സ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് അവർ ഇറക്കുമതി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബേബി ഫുഡ് അവർ ഇറക്കുന്നുണ്ട്, റൈസ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അവർ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ സാധനങ്ങളായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്.
പിന്നെ ഇവരുടെ ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പിന്നെ ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് തന്നെ ഏതാണ്ട് 2022-2023 ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏറ്റവും കൂടുതൽ ഏതാണ്ട് ടോട്ടൽ ബംഗ്ലാദേശ് 68 ബില്യൻ്റെ ഇറക്കുമതിയാണ് ചെയ്തിരിക്കുന്നത്, ഇമ്പോർട്ട് 68 ബില്യൺ US$. അതിൽ തന്നെ ഏതാണ്ട് 699 മില്യൺ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി തന്നെയായിരുന്നു. 699 മില്യൺ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബംഗ്ലാദേശ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 74 മില്യനാണ്. 74 മില്യൺ മാത്രമേ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങോട്ട്, അതായത് പാകിസ്ഥാനിലോട്ട് കയറ്റുമതി ചെയ്തിരിക്കുന്നത് 74 മില്യൺ. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഹൈ ഡെസ്പാരിറ്റിയിലുള്ള ഒരു സംഗതിയാണ് ഇവരുടെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അത്രമാത്രം ഡിപ്രിസിയേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു ഡിപ്രിസിയേഷൻ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. എന്നിരിക്കെ തന്നെയാണ് ഇവർ വീണ്ടും കൂടുതൽ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി എന്ന് പാകിസ്ഥാനിൻ്റെ കീഴിൽ ഒരു കടം മേടിക്കുന്ന ഒരു അടിമ രൂപത്തിലേക്ക് ഏതാണ്ട് 1971 മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റസ് കോ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ശ്രമമാണ് ഈ ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ താൽക്കാലിക ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇതിൽ പാകിസ്ഥാൻ്റെ മീഡിയയുടെ സൈഡിൽ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആ ഒരു രീതിയിലുള്ള റൂൾസ് റിലാക്സേഷൻ ചെയ്തിട്ട് റെഡ് ലൈനിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ച് ചെറിയ അപ്രിസിയേഷൻസ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം പാകിസ്ഥാൻ്റെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് അവിടെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടാനില്ല. അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നാണ് കയറ്റി വയ്ക്കാൻ പോകുന്നതെന്നുള്ള എവിടെ നിന്നാണ് കയറ്റി വയ്ക്കാൻ പോകുന്നതെന്നുള്ള രീതിയിലുള്ള പബ്ലിക് ഒപ്പീനിയൻ നെഗറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഷഹബാസ് ഷെരീഫിനെ അത് നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ മിലിറ്ററിയാണ്, അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് റൂളാണല്ലോ, മിലിറ്ററിയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് ജനങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ജനങ്ങൾ ഇതിനെ വോട്ടിട്ട് ആൾ ജയിലിൽ കിടക്കുകയും 2ാം സ്ഥാനത്തിലും 3ാം സ്ഥാനത്തിലും വന്ന ആൾക്കാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണത്. അപ്പോൾ അവിടെ ഡെമോക്രസിയൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ട് ഓൾറെഡി കുറേ വർഷങ്ങളായി അവിടെ. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ജനങ്ങൾ പട്ടിണി കിടന്നാലും മരിച്ചു വീണാലും അവർ ഈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതവർ ചെയ്യുക തന്നെ ചെയ്യും. അതിങ്ങനെ തന്നെയാണ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഇന്ത്യ ഇവർക്ക് ചെയ്തു കൊടുത്ത ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തു കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ നിന്നും ഇലക്ട്രിസിറ്റി ഇന്ത്യൻ ഗ്രിഡ് യൂസ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് പിന്നെ കൊടുക്കാനുള്ള ഒരു കരാറ് ഇന്ത്യ ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സൈൻ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ 40 മെഗാവാട്ട് പിന്നെ ഇലക്ട്രിസിറ്റി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിസിറ്റി കരാർ ഓൾറെഡി ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി, കറണ്ട്, വെള്ളം ഇതിലൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ മനുഷ്യത്വപരമല്ലാത്ത ചിന്തയുള്ള ആൾക്കാരാണ് അതിലേക്ക് ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അതിലൊരു നടപടി എടുത്തില്ല. ഇന്ത്യ അത് മുന്നോട്ട് പോട്ടെ എന്നാണ് പറയുന്നത്. കാരണം അത് മ്യൂച്വലി നേപ്പാളിനും പിന്നെ ബംഗ്ലാദേശിനും കൂടെ ഗുണം കിട്ടുന്ന കാര്യമാണ്. കാരണം കൺസ്യൂമർ ബംഗ്ലാദേശ് ആണെങ്കിലും അതിൻ്റെ ബെനിഫിഷ്യറി നേപ്പാളാണ്. അത് കൂടാതെ ഇന്ത്യ നേപ്പാൾ ചേർന്നുകൊണ്ട് ഉടനെ തന്നെ ഒരു പ്രോജക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സുൻകോഷി 3 എന്നാണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. സുൻകോഷി 3 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അവർ അടുത്ത ഇലക്ട്രിസിറ്റി പ്ലാന്റിനാണ് ഇന്ത്യയും പിന്നെ നേപ്പാളും കൂടെ ചേർന്ന് പിന്നെ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അടുത്ത 2 to 3 months അതിൻ്റെ കൺസ്ട്രക്ഷൻസ് വർക്കും പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ ഫോർകാസ്റ്റായിട്ട് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നേപ്പാളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്മുടെ ഗവൺമെൻറ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതും ബംഗ്ലാദേശിന് കറണ്ട് കൊടുക്കാനുള്ള ആ ഒരു ഇന്ത്യൻ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനം പാസ്സാക്കിയതും ആ റെസൊല്യൂഷൻ പാസ്സാക്കിയതും. ഇതിന് മുമ്പ് വരുന്ന ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് തന്നെ ഇതിന് അപ്രൂവൽ ഓൾറെഡി നൽകിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു തീരുമാനത്തിലൊരു വ്യതിയാനമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് സൈൻ ഇട്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. ജനാധിപത്യപരമായ തീരുമാനമാണ് എപ്പോഴും ഇന്ത്യ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത് ഒപ്പിട്ടത്. അപ്പോൾ ഇതിൽ അടുത്ത് നമ്മൾ നേപ്പാൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിലും ബംഗ്ലാദേശിൽ തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി പോകുന്നത്. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ഒരു ചെറിയ രാജ്യമായിട്ട് ഇന്ത്യയുടെ ഒരു കക്ഷത്തിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് ഇന്ത്യയെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ഒരു ഏർപ്പാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പുറത്ത് കിടക്കുന്ന സ്റ്റേറ്റ്സ്, അതായത് ഇന്ത്യയുടെ ഈ ബംഗ്ലാദേശിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു 7 sisters എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്, ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, അതിലോട്ട് നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ബംഗ്ലാദേശ് നമുക്കൊരു സെക്യൂരിറ്റി ത്രെട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ടെററിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭീകരാവസ്ഥയാണ്. ഇത് കൂടാതെ തന്നെ ഈ FATF ഇന്ത്യക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ടെററിസ്റ്റുകൾ, ഇടതുപക്ഷ ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നക്സൽ ബാരി ടീമുകളെ കുറിച്ചുള്ള ഒരു അലേർട്ടാണ് FATF ഇന്ത്യക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അമിത്ഷാ ഓൾറെഡി ലാസ്റ്റ് വീക്ക് അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലെഫ്റ്റ് വിങ്ങിൻ്റെത് അത് കൂടുതൽ മണിപ്പൂർ, അസാം ആ മേഖലയിൽ നിന്നാണ് കൂടുതൽ ഇൻഫിൽട്രേഷൻ ആയി ഇന്ത്യയിലോട്ട് കൂടുതൽ അത് വ്യാപിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഊർജ്ജമായിട്ടുള്ള പിന്നെ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മേഖലകളിലൊക്കെ. ബംഗ്ലാദേശിനെ കുറിച്ചുള്ള അവർ പിന്നെ എംബസി ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ തരാനാണ് ഈ വീഡിയോ ചെയ്തത്.
അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങൾ വീഡിയോകൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.